ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഡോക്ടേഴ്സും നഴ്സുമാരുമെല്ലാം. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്കവരെ വ്യക്തിപരമായി അറിയില്ലെങ്കിൽ കൂടിയും നമ്മുടെ ജീവൻ പോലും നാം അവരുടെ കൈകളിൽ വിശ്വാസത്തോടെ ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ അതേ ആളുകൾ മനഃപൂർവ്വം നമ്മുടെ ജീവൻ എടുത്താലോ? ഇന്ത്യാനയിലെ ക്ലിന്റൺ എന്ന സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിരവധി രോഗികൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യാന നിവാസികളുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത്. 1993 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ ആ ഹോസ്പിറ്റലിലെ മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നു. മരണപ്പെട്ടവരെല്ലാം പ്രായമായ ആളുകളായിരുന്നതിനാൽ ഇത് സാധാരണ മരണങ്ങളായിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് ചിന്തിച്ചത്. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുന്തോറും സാഹചര്യം അത്ര പന്തിയല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ മരണങ്ങളുടെയെല്ലാം പുറകിൽ ദുരൂഹമായ എന്തോ ഒന്ന് മറങ്ങിക്കിടക്കുന്നുണ്ട്. രോഗികളെ രക്ഷിക്കേണ്ട സ്ഥലത്ത് ആരോ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതെ, പിന്നീട് ഇന്ത്യാനാസ് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് മാധ്യമങ്ങൾ പേരു നൽകിയ ഒരു നഴ്സായിരുന്നു ഈ മരണങ്ങളുടെയെല്ലാം പുറകിൽ. നടന്നിരിക്കുന്നത് കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയത് അമേരിക്കയെ ഒന്നടങ്കം നടുക്കിക്കളഞ്ഞു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓരോ 23 മണിക്കൂറിലും ഒരു കൊലപാതകം വീതമായിരുന്നു അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അമേരിക്കയെ നടുക്കിയ ഇന്ത്യാനാസ് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ആ നഴ്സ് ആരായിരുന്നു? അയാൾ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇന്ത്യാനയിലെ ക്ലിന്റൺ എന്ന ചെറിയ പട്ടണത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സാധാരണ ഹോസ്പിറ്റലായിരുന്നു വെർമില്യൻ കൗണ്ടി ഹോസ്പിറ്റൽ അഥവാ VCH. ICUയിൽ 4 ബെഡുകൾ ഉൾപ്പെടെ മൊത്തം 56 ബെഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ. എന്നാൽ VCH ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായത് അതിന്റെ വലിപ്പം കൊണ്ടല്ല, പ്രവർത്തന മികവ് കൊണ്ടായിരുന്നു. രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്നും പ്രിയപ്പെട്ടവരായിരുന്നു VCHലെ ഡോക്ടർമാരും നഴ്സുമാരും. തങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവർ. ഒരു രോഗത്തെ നേരിടുന്നത് രോഗി മാത്രമല്ല, അത് അവരുടെ കുടുംബത്തിനും ഒരു വലിയ ഇമോഷണൽ ജേണിയാണ്. ഭയം, അനിശ്ചിതത്വം, പ്രതീക്ഷ, നിരാശ ഇതെല്ലാം കൂടിച്ചേർന്നുള്ള ഒരു യാത്ര. ആ യാത്രയിൽ രോഗികൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാ ധൈര്യവും നൽകുന്നവരായിരുന്നു VCHലെ സ്റ്റാഫുകൾ. മറ്റേത് ഹോസ്പിറ്റലിലെ പോലെയും VCHലും മരണങ്ങൾ അപൂർവമല്ലായിരുന്നു. കാരണം ചില രോഗങ്ങൾ അങ്ങനെയാണ്, ടെർമിനൽ ഇൽനെസ് എന്ന് പറയും. പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയാത്ത, രോഗിയുടെ ജീവൻ ചില മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായ ഗുരുതര രോഗങ്ങൾ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ക്യാൻസറിന്റെ സ്റ്റേജ് 4 എന്നൊക്കെ പറയുന്ന അവസാന ഘട്ടം, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ എന്നിവ. ഇത്തരം രോഗങ്ങൾ ബാധിച്ച് VCHലെത്തുന്ന നിരവധി രോഗികൾ മരണപ്പെടാറുണ്ട്. അതിപ്പോൾ എത്ര മികച്ച ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയാലും ചില ജീവനുകൾ രക്ഷിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരു വർഷത്തിൽ 20 രോഗികൾ എന്നതായിരുന്നു VCHലെ ശരാശരി മരണനിരക്ക്. ഈ നമ്പറിൽ അസാധാരണമായി ഒന്നുമില്ല. കാരണം ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല. ചിലപ്പോൾ ചിലരുടെ ജീവിതയാത്ര അവസാനിക്കുന്നതും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലായിരിക്കും. 1993 വരെ വെർമില്യൻ കൗണ്ടി ഹോസ്പിറ്റലിൽ എല്ലാം നോർമലായിരുന്നു. അതിനുശേഷമാണ് അൺയൂഷ്വലായ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങിയത്. 1995 തുടക്കത്തിൽ VCHലെ ഹെഡ് നഴ്സായിരുന്ന ഡൗൺ സ്റ്റിയറേജ് വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് പ്രകാരം കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട 147 രോഗികളാണ് മരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ചിരിക്കുന്ന 130 പേരും വയോധികരാണ്, അതായത് പ്രായമായ ആളുകൾ. സാധാരണയായി പ്രായമായ ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മരണങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. VCHലെ വാർഷിക മരണനിരക്ക് 26-ൽ നിന്നും 100+ ആയി ഉയർന്നിരിക്കുന്നു. അത് ഒരു വലിയ വാണിംഗ് ആണ്. 1995 മാർച്ച് മാസത്തോടുകൂടി ഡൗൺ സ്റ്റിയറേജ് ഈ വിഷയം ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കണക്കുകൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. മരണനിരക്ക് ഇത്രയും ഉയർന്നത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ക്ലിന്റൺ എന്നത് ഒരു ചെറിയ പട്ടണമാണ്.
ഇന്ന് പോലും 5000-ൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ. അങ്ങനെയുള്ളപ്പോൾ 30 വർഷങ്ങൾക്ക് മുൻപുള്ള ആ സിറ്റിയിലെ സാഹചര്യങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെയൊരു സ്ഥലത്താണ് ഇത്രയും മരണങ്ങൾ, അതും ഒരു ഹോസ്പിറ്റലിൽ മാത്രം നടന്നിരിക്കുന്നത്. ഈ മരണനിരക്ക് പുറത്തായാൽ വെർമില്യൺ കൗണ്ടി ഹോസ്പിറ്റലിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. ജനങ്ങൾ പ്രതിഷേധിക്കും. രോഗികൾ ഹോസ്പിറ്റലിലേക്ക് വരാതെയാവും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഈ ന്യൂസ് ഫ്ലാഷ് ആവാതെയുള്ള ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷനാണ് ആദ്യം ആരംഭിച്ചത്. ജീവനക്കാരുടെ കഴിവില്ലായ്മയാണോ, അതായത് രോഗികളെ ശരിയായി പരിചരിക്കാത്തതാണോ ഈ മരണനിരക്ക് ഉയരാൻ കാരണമെന്നുള്ളതാണ് അവർ ആദ്യം പരിശോധിച്ചത്. എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും മറുപടി പറയാൻ ബാധ്യസ്ഥരായിരുന്നു. അവരുടെയെല്ലാം ജോലിയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഹോസ്പിറ്റലിനുള്ളിൽ ഇതേക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾ നടന്നു. ഇത്തരം ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യം, തങ്ങൾക്കിടയിൽ നിന്നുമുള്ള ആരെങ്കിലും മനഃപൂർവ്വം രോഗികളുടെ ജീവൻ അപായപ്പെടുത്തിയതാണോ എന്നതായിരുന്നു. പക്ഷേ ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ കുറ്റം ആരോപിച്ചുകൊണ്ടോ ആരും മുന്നോട്ട് വന്നില്ല. കാരണം അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരിക്കും. തെളിവുകളില്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. മരണങ്ങൾ തുടർക്കഥയായതോടെ VCH അതോറിറ്റീസ് പോലീസിന്റെ സഹായം തേടി. തുടർന്ന് നടന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. മരണപ്പെട്ട രോഗികളെല്ലാം വയോധികരായിരുന്നുവെങ്കിലും ഒന്നും നാച്ചുറൽ ഡെത്ത് പോലെ തോന്നുന്നില്ല. രോഗശമനം വന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന രോഗികളായിരുന്നു മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും. പിന്നെ എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും മരണപ്പെട്ടത്? അതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ വിഷയം പുറത്തറിയിക്കാതെ, ആളുകളെ പാനിക്കാക്കാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിരുന്നു പോലീസിന്റെയും തീരുമാനം. കാരണം ക്ലിന്റൺ പോലൊരു ചെറിയ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ആശങ്ക പരക്കുന്നത് അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമായേക്കും. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് അന്വേഷണം അതിവേഗത്തിലായിരുന്നു. ഇങ്ങനെ നടന്ന അന്വേഷണത്തിൽ അവരൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തി. 90% മരണങ്ങൾ നടക്കുമ്പോൾ ഒരേ ഒരു നഴ്സ് മാത്രമായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അയാളുടെ പേരായിരുന്നു ഓർവിൽ ലിൻ മേജേഴ്സ്. 1961 ഏപ്രിൽ 24-ന് ഇന്ത്യാനയിലെ ലിൻഡൺ എന്ന സ്ഥലത്ത് ഒരു കൽക്കരി ഖനി തൊഴിലാളിയുടെ മകനായിട്ടാണ് ഓർവിൽ ലിൻ ജനിച്ചത്. അവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഓർവിലിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. നഴ്സിംഗ് ഒരു കരിയറായി തിരഞ്ഞെടുക്കണം, നിരവധി രോഗികളെ പരിചരിക്കണം. ടീനേജ് കാലത്ത് തന്റെ വയോധികയും രോഗിയുമായ അമ്മയെ മരണം വരെ പരിചരിച്ചിരുന്നത് ഓർവിലിനായിരുന്നു. അന്നു മുതലാണ് ഒരു നഴ്സ് ആവണമെന്നും രോഗികളെ, പ്രത്യേകിച്ച് വയോധികരായ രോഗികളെ പരിചരിക്കണമെന്നുമുള്ള ആഗ്രഹം ഓർവിലിന്റെ മനസ്സിൽ കയറിക്കൂടിയത്. പക്ഷേ രോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും പേരുടെ ജീവനെടുത്തതും മരണത്തിന്റെ പ്രതീകമായി മാറിയതും? 1989-ൽ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഓർവിൽ ലിൻ മേജേഴ്സ് നാഷ്വിൽ മെമ്മോറിയൽ സ്കൂൾ ഓഫ് പ്രാക്ടിക്കൽ നഴ്സിംഗിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം വെർമില്യൺ കൗണ്ടി ഹോസ്പിറ്റലിൽ ഒരു നഴ്സായി ജോലിക്ക് കയറി. നല്ല മെഡിക്കൽ നോളജുള്ള, പേഷ്യൻസിനെ സ്നേഹത്തോടെ പരിചരിക്കുന്ന, ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നവുമുണ്ടാക്കാത്ത ഒരു സ്റ്റാഫ്, അതായിരുന്നു തുടക്കത്തിലെ ഓർവിൽ മേജേഴ്സ്. അതിനാൽ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാർക്കെല്ലാം അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരു ഘട്ടത്തിൽ VCH വിട്ട് ഉയർന്ന ശമ്പളമുള്ള ടെന്നസിയിലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഓർവിൽ മാറിയിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടുനിന്നില്ല. 1993-ൽ അദ്ദേഹം VCHലേക്ക് തന്നെ തിരിച്ചെത്തി. കുറഞ്ഞ ശമ്പളമുള്ള ജോലിയിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം വ്യക്തമല്ലെങ്കിലും സ്വഭാവത്തിൽ വലിയൊരു മാറ്റത്തോടെയായിരുന്നു ഓർവിലിന്റെ തിരിച്ചുവരവ്. അവനൊരു ഡ്രഗ് അഡിക്റ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഓർവിൽ മേജേഴ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് അയാളിൽ ഒരു കൊലയാളിയുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടാൻ തുടങ്ങിയത്. അത് അയാളുടെ ജീവിതത്തെ മാത്രമല്ല, മറ്റനേകം പേരുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. ഒരിക്കൽ രോഗികളെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിചരിച്ചിരുന്ന നഴ്സ് ഇപ്പോൾ ഒരു സീരിയൽ കില്ലറാവാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തുടക്കമെന്നോണം രോഗികളോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങിയ ഓർവെൽ പലപ്പോഴും അവരെ അവഗണിക്കുകയും വയോധികരായ രോഗികളെക്കുറിച്ച് മറ്റു നഴ്സുമാരോട് നിരവധി പരാതികൾ പറയാനും അവരെ പരിഹസിക്കാനും തുടങ്ങുന്നു. വിചിത്രമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, വയോധികയും രോഗിയുമായ തന്റെ അമ്മയെ പരിചരിച്ചതിലൂടെയാണ് ഒരു നഴ്സാവണമെന്നുള്ള ആഗ്രഹം ഓർവിലിന്റെ മനസ്സിൽ മുള പൊട്ടിയത്.
പക്ഷേ ഇപ്പോൾ അവൻ വയോധികരായ രോഗികളെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. 1993 മെയ് മാസത്തിൽ ഓർവെൽ ഒരു രോഗിയോടും അവരുടെ കുടുംബത്തോടും വളരെ മോശമായ രീതിയിൽ പെരുമാറിയിരുന്നത് താൻ കണ്ടു എന്ന് മറ്റൊരു നഴ്സ് മൊഴി നൽകി. അതായിരുന്നു ഓർവെലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ സംഭവം. പിന്നീട് എല്ലാ രോഗികളോടും അവന്റെ മോശമായ പെരുമാറ്റം തുടർന്നു. വയോധികരായ രോഗികളെ ഓർവെൽ ഒരു ഭാരമായാണ് കരുതിയിരുന്നത്. അവർ കുട്ടികളെപ്പോലെ പെരുമാറുമെന്നും വാശി പിടിക്കുമെന്നും ഡിമാൻഡ് ചെയ്യുമെന്നും ഇതൊന്നും തനിക്കിഷ്ടമല്ല എന്നും അവൻ പരാതി പറയാൻ തുടങ്ങി. താനൊരു നഴ്സാണെന്നും ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഇതെല്ലാം തന്റെ കടമയാണെന്നും ഓർവെൽ മറന്നു തുടങ്ങി. ഹോസ്പിറ്റലുകളിൽ അസുഖവുമായി എത്തുന്നവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വയോധികരുടെ അവസ്ഥ ഒന്നുകൂടി മോശമായിരിക്കും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും രോഗികളോട് വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറാനുള്ള ട്രെയിനിങ് നൽകുന്നത്. രോഗികളുടെ അസുഖം മരുന്ന് കൊടുത്തും മാറ്റുക മാത്രമല്ല അവരുടെ കടമ. പെരുമാറ്റം കൊണ്ട് സംഘർഷങ്ങൾ നിറഞ്ഞ അവരുടെ മനസ്സ് ശാന്തമാക്കാനും കഴിയണം. വയോധികരായ ആളുകൾ പൊതുവെ കുട്ടികളെപ്പോലെ പെരുമാറാറുണ്ട്. അവരൊരു രോഗി കൂടിയാവുമ്പോൾ ചില സമയങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാം, ഇറിറ്റേറ്റായി പെരുമാറിയെന്ന് വരാം. ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഓർവെലിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ അവരെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചില്ല. പകരം വെറുക്കാൻ തുടങ്ങി. ആ വെറുപ്പിൽ നിന്നുമാണ് കൊലപാതകങ്ങൾ ആരംഭിക്കുന്നത്. 1993 മുതൽ വെർമില്യൻ കൗണ്ടി ഹോസ്പിറ്റലിൽ അസാധാരണമായ മരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. 100-ൽ കൂടുതൽ ആളുകൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ മരണപ്പെട്ടു. അതിൽ ചുരുക്കം ചില പേഷ്യൻസിന്റെ മരണങ്ങളെക്കുറിച്ച് മാത്രം നമുക്കിവിടെ പരിശോധിക്കാം. കാരണം പിന്നീട് ഈ കേസിന്റെ വിചാരണയിൽ നിർണായകമായി മാറിയ മരണങ്ങളായിരുന്നു ഇതെല്ലാം. കേസ് നമ്പർ 1, ലുവേല എ ഹോപ്കിൻസ്. 1993 ക്രിസ്മസ് ദിനത്തിൽ സ്വന്തം വീട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 89 വയസ്സുകാരിയായിരുന്നു ലുവേല ഹോപ്കിൻസ്. പക്ഷേ പെട്ടെന്നായിരുന്നു അവരുടെ ആരോഗ്യം വഷളായതും VCHൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതും. ന്യൂമോണിയ മൂലമുള്ള കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അവരുടെ ആരോഗ്യം വഷളാവാൻ കാരണം. 3 ആഴ്ചയോളം VCHൽ കിടന്നു. ലുവേലയുടെ അസുഖം ഏറെക്കുറെ ഭേദമായതിനെ തുടർന്ന് അവർ ഡിസ്ചാർജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ 3-ാമത്തെ ആഴ്ചയോടെയാണ് ഓർവെൽ മേജേഴ്സ് ഡ്യൂട്ടിക്ക് കയറിയത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ് കാത്തുകിടന്നിരുന്ന ലുവേല ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. കേസ് നമ്പർ 2, ഫ്രെഡി ഡെയിൽ വിൽസൺ. 56 വയസ്സുള്ള ഫ്രെഡിയും ന്യൂമോണിയ ബാധിച്ചാണ് VCHൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഫ്രെഡിയുടെ മകൾ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുമ്പോഴാണ് ഡ്യൂട്ടി നഴ്സായിരുന്ന ഓർവെൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫ്രെഡി ഡെയിൽ വിൽസൺ മരണത്തിന് കീഴടങ്ങി. കേസ് നമ്പർ 3, സെസിൽ സ്മിത്ത്. 74 വയസ്സുള്ള മറ്റൊരു ന്യൂമോണിയ പേഷ്യന്റ്. ഓർവെൽ ഡ്യൂട്ടിക്ക് കയറി വെറും 2 മണിക്കൂറിനുള്ളിലാണ് സെസിലിന്റെ മരണം നടക്കുന്നത്. കില്ലർ തന്റെ ഇരകളുടെ മരണം ആസ്വദിക്കാൻ തുടങ്ങിയെന്നും അവരെ എത്രയും പെട്ടെന്ന് കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും സെസിലിന്റെ മരണത്തിൽ നിന്നും വ്യക്തമാണ്. കാരണം മറ്റു രോഗികളെയെല്ലാം ദിവസങ്ങളോളം പരിചരിച്ച് അവരുടെ പെരുമാറ്റത്തിൽ ഇഷ്ടക്കേട് തോന്നി തുടങ്ങുമ്പോഴാണ് ഓർവെൽ കൊലപ്പെടുത്തിയിരുന്നതെങ്കിൽ സെസിൽ സ്മിത്തിനെ വെറും 2 മണിക്കൂറിനുള്ളിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കേസ് നമ്പർ 4, ഡൊറോത്തി ഹിക്സൺ. ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം കാരണം VCHൽ സ്ഥിരമായി ചെക്കപ്പിന് വരാറുള്ള 80 വയസ്സുകാരിയായിരുന്നു ഡൊറോത്തി ഹിക്സൺ. ഓരോ വിസിറ്റിലും ലങ്സിൽ നിന്നും ഫ്ലൂയിഡ് റിമൂവ് ചെയ്ത് അവർ വീട്ടിലേക്ക് മടങ്ങും. ഇതായിരുന്നു പതിവ്. 1994 ഏപ്രിൽ 23-നും പതിവ് പരിശോധനകൾക്കായി ഡൊറോത്തി VCHലെത്തി. അവരുടെ കഷ്ടകാലത്തിന് അന്ന് ഡ്യൂട്ടി നഴ്സായിരുന്നത് ഓർവെൽ മേജേഴ്സ് ആയിരുന്നു. അവൻ ഡൊറോത്തിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷം ഒന്നുമില്ല, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്ത് നടന്നു നീങ്ങി. ഒരു പ്രായമായ സ്ത്രീയോട് നഴ്സിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ സാധാരണ പെരുമാറ്റമാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡൊറോത്തിയുടെ ഹൃദയം നിലച്ചു. അവർ മരണത്തിന് കീഴടങ്ങി. കേസ് നമ്പർ 5, മേരി ആൻ ആൾഡേഴ്സൺ. ഒരു വീക്കെൻഡ് ദിനത്തിൽ വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു മേരി ആൻ. പെട്ടെന്നാണ് അവർക്കൊരു നെഞ്ചുവേദന വന്നത്. രാത്രി 10:30 മേരിയെ VCHൽ അഡ്മിറ്റ് ചെയ്തു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മേരിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു. അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുമാണ്.
പക്ഷേ അടുത്ത ദിവസം രാവിലെ നഴ്സ് ഓർവിൽ മേജേഴ്സ് ഡ്യൂട്ടി ഷിഫ്റ്റ് പൂർത്തിയാക്കി ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മേരി ആൻ ആൽഡേഴ്സൺ മരണപ്പെട്ടിട്ട് ഏറെക്കുറെ 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. കേസ് നമ്പർ 6, മാർഗരറ്റ് എ ഹോണിക്. ഇടുപ്പല്ല് തകർന്നതിനെ തുടർന്ന് VCHൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട 79 വയസ്സുകാരിയായിരുന്നു മാർഗരറ്റ്. മാർഗരറ്റിൻ്റേത് ഒരു സീരിയസ് കണ്ടീഷനായിരുന്നുവെങ്കിലും സമയത്ത് ചികിത്സ കിട്ടിയാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് മാർഗരറ്റ് VCHലെത്തിയത്. എന്നാൽ അടുത്ത ദിവസം തന്നെ അവർ മരണപ്പെട്ടു. ഇടുപ്പല്ല് തകർന്ന രോഗി ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചതോടെ സംശയങ്ങൾ ഉയരാൻ തുടങ്ങി. അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹെഡ് നഴ്സായിരുന്ന ഡൗൺ സ്റ്റിയറേജ് ഹോസ്പിറ്റലിന്റെ ഉയർന്ന മരണനിരക്ക് ശ്രദ്ധിക്കാനിടയായതും ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പരാജയപ്പെട്ടതിനു ശേഷം പോലീസിൽ ഇൻഫോം ചെയ്യുന്നതും. അപ്പോഴേക്കും VCHൽ 100-ലധികം മരണങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. ഈ 6 മരണങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഈ അസ്വാഭാവിക മരണങ്ങളെല്ലാം നടക്കുമ്പോൾ ഓർവിൽ ലിൻ മേജേഴ്സ് ആയിരുന്നു ഡ്യൂട്ടി നഴ്സ് എന്നുള്ളത് കണ്ടെത്തിയത്. ഓർവിൽ രോഗികളിൽ പലർക്കും ഇഞ്ചക്ഷൻ നൽകുന്നത് തങ്ങൾ കണ്ടിരുന്നുവെന്നും അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ഇഞ്ചക്ഷനാണോ എന്ന് ഉറപ്പില്ല എന്നും പറഞ്ഞ് മറ്റ് സ്റ്റാഫുകൾ രംഗത്ത് വന്നു. പക്ഷേ എന്തു മരുന്നാണ് ഇഞ്ചക്ട് ചെയ്തത് എന്ന് കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് ഇഞ്ചക്ഷൻ നൽകുന്നത് കണ്ടു എന്നുള്ളതൊന്നും പ്രധാന തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഓർവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്തെ മരണനിരക്ക് എല്ലാവരെയും ഞെട്ടിക്കാൻ പോന്നതായിരുന്നു. 1993 മുതൽ 95 വരെയുള്ള 2 വർഷ കാലയളവിനിടയിൽ VCHൽ വെച്ച് മരിച്ചിരിക്കുന്നത് 147 രോഗികളാണ്. അതിൽ 130 പേരും മരിച്ചിരിക്കുന്നത് ഓർവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോഴാണ്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് അല്ല, ഒരു പാറ്റേൺ ആണ്, ഒരു എവിഡൻസ് ആണ്. അതിനാൽ അന്വേഷണോദ്യോഗസ്ഥർ ഒരു നിർണായക തീരുമാനമെടുത്തു. ഓർവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നപ്പോൾ മരിച്ച കുറച്ചു പേരുടെയെങ്കിലും മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തുക. മരിച്ചവരുടെ ബന്ധുക്കളെ ഇതിന് സമ്മതിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. കാരണം നാച്ചുറൽ ഡെത്താണെന്ന് പറഞ്ഞ് അടക്കം ചെയ്ത ഡെഡ് ബോഡികളാണ് പുറത്തെടുക്കാൻ പോകുന്നത്. ന്യൂസ് പുറത്തുപോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഓരോ നീക്കവും വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. ഇതിനിടയിൽ ഓർവിൽ മേജേഴ്സിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ന്യൂസ് പുറത്തു പോവാതിരിക്കാൻ അവന് സസ്പെൻഷൻ പീരീഡിൽ ഉൾപ്പെടെ ശമ്പളം നൽകി. അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ടു പോയി. കല്ലറയിൽ നിന്നും പുറത്തെടുത്ത 15 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വന്നു. നടന്നിരിക്കുന്നത് മുഴുവൻ ഒരേ പാറ്റേണിലുള്ള മരണങ്ങൾ. മരണത്തിനു മുൻപ് എല്ലാവരുടെയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിശയകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ അതിൽ പലർക്കും ഹൃദയത്തിന് ഒരസുഖവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് നടന്ന വിശദമായ പരിശോധനകളിൽ നടന്നിരിക്കുന്നത് നാച്ചുറൽ ഡെത്തുകളല്ല എന്ന് വ്യക്തമായി. വിക്ടിമിന്റെ ശരീരത്തിൽ നിന്നും അപകടകരമായ 2 രാസപദാർത്ഥങ്ങൾ കണ്ടെത്തി. സുരക്ഷാ കാരണങ്ങളാൽ അതിന്റെ പേര് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റിക്കാനും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കാനും കാരണമാവുന്ന രാസപദാർത്ഥങ്ങളായിരുന്നു അത്. ഒരു നഴ്സായിരുന്ന ഓർവിൽ മേജേഴ്സിന് അത് ലഭിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസ് ഓർവിലിനെതിരായ തെളിവുകളെല്ലാം കണക്ട് ചെയ്തു. ഓർവിൽ ഡ്യൂട്ടിക്കെത്തുന്നു, രോഗികൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നു, ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു, കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് രോഗികൾ മരിക്കുന്നു. ഇതാണ് കൊലപാതകങ്ങളുടെ പാറ്റേൺ. പോലീസ് തനിക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഓർവിൽ മേജേഴ്സ് നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് ഷോക്കിംഗ് ആയ ഈ അന്വേഷണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. VCHൽ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധക്കുറവ് കാരണം നിരവധി മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും അതെല്ലാം കേവലം ഒരു നഴ്സായ തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുകയാണ് എന്നുമായിരുന്നു ഓർവിലിന്റെ ആരോപണം. 2 വർഷത്തിനുള്ളിൽ 100-ലധികം പേർ മരണപ്പെട്ടു എന്നും അത് സീരിയൽ കില്ലിംഗ് ആണെന്ന് പോലീസ് സംശയിക്കുന്നു എന്നുമുള്ള മാധ്യമ വാർത്തകൾ അമേരിക്കയെ പ്രകമ്പനം കൊള്ളിച്ചു. VCH പ്രവർത്തിക്കുന്ന ക്ലിന്റൺ സിറ്റിയിൽ വലിയ രീതിയിൽ ഭീതി പടർന്നു. ഹോസ്പിറ്റലിലേക്ക് പോവാൻ ആളുകൾ ഭയപ്പെട്ടു. മാധ്യമങ്ങൾ ഈ കേസ് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ വെർമില്യൺ കൗണ്ടി ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ തകർന്നു. ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ഓർവിൽ ലിൻ മേജേഴ്സ് ആണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ഇന്ത്യാന സ്റ്റേറ്റ് നഴ്സിംഗ് ബോർഡ് അവന്റെ നഴ്സിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. VCHൽ നിന്നും
അവനെ എന്നേക്കുമായി പുറത്താക്കി. തുടർന്ന് ഓർവിലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം വിക്ടിംസിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ ആ 2 രാസപദാർത്ഥങ്ങളുടെ ബോട്ടിലുകൾ, നിരവധി സിറിഞ്ചുകൾ എന്നിങ്ങനെയുള്ള നിർണായക തെളിവുകൾ കണ്ടെത്തി. ഇതോടെ ഓർവിൽ മേജേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ ഓർവിൽ എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചെങ്കിലും പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. VCHൽ നടന്ന ഏകദേശം 130 മരണങ്ങൾക്കും ഓർവിൽ ഉത്തരവാദിയാണെങ്കിലും ജൂറിയെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുന്നതിനായി 7 കേസുകൾ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം നടന്നത്. അതിൽ 6 വിക്ടിംസിന്റെ പേരുകളാണ് ഞാൻ മുൻപ് പറഞ്ഞത്. 1999 ട്രയൽ ആരംഭിച്ചു. 79 സാക്ഷികൾ കോടതിയിലെത്തി സാക്ഷി പറഞ്ഞു. മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 1999 ഒക്ടോബർ 17 കേസിലെ വിധി വന്നു. പ്രോസിക്യൂഷൻ വാദിച്ച 7 കേസുകളിൽ 6ലും ഓർവെൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഒരു കേസ് മാത്രം തെളിയിക്കപ്പെട്ടില്ല. തെളിയിക്കപ്പെട്ട 6 കേസുകളിൽ ഒരു കേസിന് 60 വർഷം വെച്ച് 6 കേസുകൾക്ക് 360 വർഷത്തെ തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവന്നതിനു ശേഷം പല വിക്ടിംസിന്റെ കുടുംബങ്ങളും ഹോസ്പിറ്റലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു. 80ഓളം വിക്ടിംസിന്റെ കുടുംബങ്ങൾ കോടതിയിൽ ലോസ്യൂട്ട് ഫയൽ ചെയ്തു. ഇതേ തുടർന്ന് വെർമില്യൺ കൗണ്ടി ഹോസ്പിറ്റലിന് $80,000 ഫൈൻ അടയ്ക്കേണ്ടതായി വന്നു. വർഷങ്ങളോളം കേസ് നടന്നതോടെ VCH പൂർണ്ണമായും അടച്ചുപൂട്ടിയെങ്കിലും യൂണിയൻ ഹോസ്പിറ്റൽ ക്ലിൻഡൺ എന്ന പേരിൽ അതേ ഹോസ്പിറ്റൽ ഇന്നും പ്രവർത്തിച്ചു വരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം 2017 സെപ്റ്റംബർ 24 ഈ കേസ് വീണ്ടും മാധ്യമശ്രദ്ധയിൽ വന്നു. 360 വർഷത്തെ ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയവേ ഓർവിൽ ലിൻ മേജേഴ്സ് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെയാണ് ഈ കേസ് വീണ്ടും ചർച്ചാ വിഷയമായത്. തന്റെ ഇരകൾ എങ്ങനെയാണോ കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടത്, അതേ രീതിയിൽ മരിക്കാനായിരുന്നു ഓർവിൽ മേജേഴ്സിന്റെയും വിധി. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.